വെള്ളിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ പൂവത്തിപ്പൊയിൽ ആനമറി പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തി. ആനമറിയിലെ മുളയമ്പറമ്പിൽ സൈനബ, പുഞ്ചക്കൊല്ലി, കുമാരദാസൻ എന്നിവരുടെ വീടുകളുടെ അടുക്കള ഭാഗമാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ഭാഗികമായി തകർന്ന അടുക്കളകളിൽ ഉണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങളും ആനകൾ നശിപ്പിച്ചിട്ടുണ്ട്. പൂവത്തിപ്പൊയിൽ ഡീസന്റ് കുന്നിൽ പുൽപ്പം തൊടി അബ്ദുൽ ജലീലിന്റെ 500ഓളം വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കൂടാതെ രാമത്തുപറമ്പിൽ രാമചന്ദ്രൻ, പുലിയോടൻ ജാഫർ എന്നിവരുടെ കൃഷികളും കാട്ടാനക്കൂട്ടം തകർത്തിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടാനക്കൂട്ടം വൻ ഭീതിയാണ് പരത്തുന്നത്. ഇവിടെ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. വാഴയുണ്ട്. അതിപ്പോൾ ആന 2-3 ദിവസം കൊണ്ട് കയറി ഇതെല്ലാം നശിപ്പിച്ച് ചെയ്യാൻ പോയി. ഇവിടെ ഫെൻസിങ് ഉണ്ടെങ്കിലും ഉപയോഗമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കാറ്റടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവിടെ ലൈനൊക്കെ പോയി കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ തന്നെ പേടിയായ അവസ്ഥയിലാണ്. ആന നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വാഴ 10,000-ഓളം വാഴ ഉണ്ട്. ഇത് മുഴുവനും ആന നശിപ്പിച്ചു. ഫെൻസിങ് ഒക്കെ ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഇനി കൃഷി ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥ. ലോണൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും നടപടി സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. നെല്ലിക്കുത്ത് വനാതിർത്തി പ്രദേശത്ത് വനം വകുപ്പ് തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ മാസം ഉണ്ടായ അതിശക്തമായ കാറ്റിൽ മരങ്ങൾ പൊട്ടിവീണ് ഫെൻസിംഗ് തകർന്നു കിടക്കുകയാണ്. ഈ ഭാഗത്തുകൂടിയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങുന്നത്. ആനമറി നെല്ലിക്കുത്ത് വനാതിർത്തിയിൽ 600 മീറ്ററോളം ഭാഗത്ത് ഫെൻസിംഗ് നടത്തിയിട്ടുമില്ല. ഇവിടെ നിരന്തരമായി കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങി കൃഷിനാശവും ജീവന ഭീഷണിയും ഉയർത്തുകയാണ്. നെല്ലിക്കുത്ത് ഫോറസ്റ്റർ രാജേഷിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ കണക്കാക്കി. ആനമറി ഭാഗത്ത് അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നാളെ തന്നെ ഫെൻസിംഗ് പ്രവൃത്തി ആരംഭിക്കുമെന്നും പൂവത്തിപ്പൊയിൽ ഡീസന്റ് കുന്ന് ഭാഗത്തുള്ള തകർന്ന ഫെൻസിംഗ് നന്നാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വനപാലകർ അറിയിച്ചു.